കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടിയത് NDA ആണ്. NDAയ്ക്ക് 50 സീറ്റും NDAയുടെ സ്വതന്ത്രന് 1 സീറ്റും ഉൾപ്പെടെ 51 സീറ്റുകൾ. LDFന് 29 സീറ്റ്, UDFന് 21 സീറ്റ്. അപ്പോൾ UDFനും LDFനും കൂടെ 50 സീറ്റ്, NDAയ്ക്ക് 51 സീറ്റ്, ആകെയുള്ളത് 101 സീറ്റുകളാണ്. അങ്ങനെ BJP ഭരണം നടത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പോഴിതാ ഒരു ഇടിത്തി വീണ പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പെടുന്ന വാഴോട്ടുകോണം എന്ന വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ച R. സുഗതനെതിരെ ഈ സർക്കാർ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും സുഗതനെ 10/6/2026 അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. സുഗതൻ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞു വരികയാണ്. അപ്പോൾ ഇപ്പം ഭരിക്കുന്ന പാർട്ടിക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും സീറ്റ് നില തുല്യമായി വന്നു. ഇത് NDAയുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കാം. കാരണം സുഗതനെ വിജയിപ്പിച്ചല്ലോ അവിടുത്തെ നാട്ടുകാർ. അവർ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു. അതിൻ്റെ അർത്ഥം ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സുഗതൻ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം. പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രതിയോഗി എന്നുള്ള നിലയിൽ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ച് സുഗതനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ കരുതൽ തടങ്കൽ നിയമം പണ്ട് മുതൽക്കേ തന്നെ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ 2007 വന്നുള്ളൂ. എങ്കിലും ഈ നിയമം അനുസരിച്ച് പണ്ടും രാഷ്ട്രീയ എതിരാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവങ്ങൾ നിരവധിയാണ്. ഈ ഡിറ്റൻഷൻ ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഫയൽ ചെയ്ത കേസുകളിൽ സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും ഈ തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യത്വം തീർക്കാൻ വേണ്ടി കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് തെറ്റാണെന്ന് ഈ സർക്കാരുകളെ ശാസിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ആ ഒരു ആയുധം എടുത്താണ് UDF ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അവകാശം കാപ്പ നിയമപ്രകാരം ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റിന് കരുതൽ തടങ്കൽ ഉത്തരവ് പാസ്സാക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിനെ ചുമതലപ്പെടുത്താം. അങ്ങനെ ചുമതലപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് കരുതൽ തടങ്കൽ ഉത്തരവ് പാസ്സാക്കുന്ന പക്ഷം ആ കരുതൽ തടങ്കൽ ഉത്തരവിന് ഈ ഡെറ്റിനിവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം 12 ദിവസം മാത്രമേ ലൈഫുള്ളൂ. ആ 12 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ് ഇത് അപ്രൂവ് ചെയ്യണം. സുഗതൻ്റെ കേസ് സംബന്ധിച്ചിടത്തോളം 10-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്തത്. 12 ദിവസം കഴിഞ്ഞിട്ടില്ല. 12 ദിവസം കഴിഞ്ഞിട്ടും ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഉത്തരവ് സ്വമേധയാ അസാധുവാകും. അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഗവൺമെൻറ് അപ്രൂവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാപ്പ നിയമപ്രകാരം ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഈ കരുതൽ തടങ്കൽ ഉത്തരവിൻ്റെയും അതിന് ഉപോത്ബലകമായിട്ടുള്ള രേഖകളുടെയും എല്ലാം പകർപ്പുകൾ നൽകിയിരിക്കണം. മാത്രവുമല്ല, ഈ ഡെറ്റിനിവിനെ ഗവൺമെൻറ്റിലേക്കും അഡ്വൈസറി ബോർഡിലേക്കുമൊക്കെ നിവേദനങ്ങൾ നൽകുന്നതിന് ഈ ജയിൽ സൂപ്രണ്ട് സഹായിക്കണം. വേണ്ടി വന്നാൽ ഒരു അഭിഭാഷകനുമായിട്ട് ഈ ഡെറ്റിനിവിന് കൺസൾട്ട് ചെയ്യാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ നിവേദനം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഡെറ്റിനിവിനെ സംബന്ധിച്ചുള്ള അവൻ്റെ സങ്കടങ്ങൾ പുറത്തു പറയാനുള്ള ഏക അവസരമാണ്. കാരണം ഈ കരുതൽ തടങ്കൽ ഉത്തരവ് പാസ്സാക്കുന്നത് ഡെറ്റിനിവിനോട് ചോദിച്ചിട്ടല്ല. താങ്കൾക്കെതിരെ കരുതൽ തടങ്കൽ ഉത്തരവ് പാസ്സാക്കാതിരിക്കാൻ കാരണമുണ്ടോ എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുമല്ല. ബിഹൈൻഡ് ദ ബാക്കാണ് ഈ കരുതൽ തടങ്കൽ ഉത്തരവ് പാസ്സാക്കുന്നത്. അപ്പോൾ അവന് കിട്ടുന്ന ആദ്യത്തതും ഏറ്റവും ശക്തവുമായ അവസരം എന്ന് പറയുന്നത് നിവേദനം സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് ബോർഡിനും ഗവൺമെൻറ്റിനും നിവേദനം സമർപ്പിക്കാം. അത് നല്ല രീതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആക്ടിലെ ഈ അഭിഭാഷകനെ കൺസൾട്ട് ചെയ്യാനും ഈ നിവേദനം തയ്യാറാക്കുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ ജയിൽ സൂപ്രണ്ടിനെയും ഈ നിയമം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക്
12 ദിവസത്തിനുള്ളിൽ കേരള സർക്കാർ ഈ ഉത്തരവ് അപ്രൂവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അങ്ങനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഗവൺമെൻറ് ഈ കരുതൽ തടങ്കൽ ഉത്തരവും അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളുമെല്ലാം അഡ്വൈസറി ബോർഡിന് അയച്ചു കൊടുക്കണം. അഡ്വൈസറി ബോർഡ് ഈ ഡെറ്റിന്യൂവിനെയും ഗവൺമെൻറ്റിനെയും ഒക്കെ കേട്ടിട്ട് 9 ആഴ്ചയ്ക്കുള്ളിൽ ഉത്തരവ് പാസ്സാക്കണം. അവർ പാസ്സാക്കേണ്ട ഉത്തരവ് ഈ കരുതൽ തടങ്കൽ ഉത്തരവ് നിലനിൽക്കത്തക്ക കാരണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണങ്ങളുണ്ടോ എന്ന് അഡ്വൈസറി ബോർഡ് പറഞ്ഞാൽ ഈ കരുതൽ തടങ്കൽ ഉത്തരവ് നിലനിൽക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഗവൺമെൻറ് ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യുകയും വേണം. അതിനു മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ നിവേദനത്തിൻ്റെ കാര്യം, ഈ റെക്കോർഡുകൾ അഡ്വൈസറി ബോർഡിന് അയക്കുന്നതിന് മുൻപാണ് ഗവൺമെൻറ്റിന് നിവേദനം കിട്ടുന്നത് എങ്കിൽ ഈ നിവേദനം ഉൾപ്പെടെ അഡ്വൈസറി ബോർഡിന് അയച്ചു കൊടുക്കണം. ഇനി അയച്ചു കൊടുത്തതിന് ശേഷമാണെന്ന് വെച്ചോ, ഈ അഡ്വൈസറി ബോർഡ് അവരുടെ അഭിപ്രായം ഗവൺമെൻറ്റിന് നൽകുന്നതിന് മുൻപ് കിട്ടുമെങ്കിൽ അപ്പോഴും അയച്ചു കൊടുക്കണം. അഡ്വൈസറി ബോർഡിൻ്റെ ഉപദേശം ഗവൺമെൻറ്റിന് നൽകിയതിന് ശേഷമാണ് വരുന്നതെങ്കിൽ പിന്നെ അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഏതായാലും അഡ്വൈസറി ബോർഡിന് നേരിട്ട് കൊടുക്കുകയോ ഗവൺമെൻറ്റിന് നേരിട്ട് കൊടുക്കുകയോ ചെയ്യുകയോ എന്തോ ആയിക്കൊള്ളട്ടെ, നിവേദനം അഡ്വൈസറി ബോർഡിന് കിട്ടിയാൽ അഡ്വൈസറി ബോർഡും പരിഗണിക്കണം, ഗവൺമെൻറ്റിന് കിട്ടിയാൽ ഗവൺമെൻറ് കർശനമായിട്ടും അത് പരിഹരിച്ച് കാര്യകാരണസഹിതം പരിശോധിച്ച് വേണം ഉത്തരവ് പാസ്സാക്കേണ്ടത്. ഇവിടെ ഏതായാലും ഈ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നറിയില്ല. നിവേദനങ്ങൾ നൽകാനുള്ള ഒരു സുവർണാവസരം ഡെറ്റിനുണ്ട്. അത് ഈ കേസിൽ ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് നമുക്കുടനെ തന്നെ കിടക്കാം. കരുതൽ തടങ്കൽ ഉത്തരവ് നിലനിൽക്കുന്നതാണ് എന്ന് അഡ്വൈസറി ബോർഡിൻ്റെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ആ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഡെറ്റിനുവിനെ മോചിപ്പിക്കാം. അല്ലെങ്കിൽ തക്കതായ കാരണമുണ്ടോ എന്നുള്ള അഡ്വൈസറി ബോർഡിൻ്റെ അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് ഈ കരുതൽ തടങ്കൽ ഉത്തരവ് അവർക്ക് കൺഫേം ചെയ്യാം. അതിനെ പൂർണ്ണമായിട്ടും നടപ്പിൽ വരുത്താനുള്ള അധികാരം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേജിന് അഡ്വൈസറി ബോർഡിൻ്റെ അഡ്വൈസ് ഗവൺമെൻറ്റിന് അനുകൂലമാണെങ്കിൽ ഗവൺമെൻറ് ഉടനെ കയറി ഇത് അങ്ങ് കൺഫേം ചെയ്യാൻ പാടില്ല. അഡ്വൈസറി ബോർഡ് നൽകിയ അഡ്വൈസ് നന്നായി പരിശോധിക്കുകയും അഡ്വൈസറി ബോർഡിൻ്റെ അഭിപ്രായത്തോടൊപ്പം ഡെറ്റിനുവിൻ്റെ നിവേദനം കൂടി അയച്ചു കിട്ടുകയാണെങ്കിൽ ആ നിവേദനവും ഈ ഗവൺമെൻറ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് നേരിട്ട് കൊടുക്കുന്ന നിവേദനവും ഇനി അഡ്വൈസറി ബോർഡ് വഴി ലഭിക്കുന്ന നിവേദനവും എല്ലാം തന്നെ ഈ ഗവൺമെൻറ് പരിശോധിക്കണം. അതിൻ്റെയൊക്കെ പുറത്ത് ഉത്തരവ് പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൺഫേം ചെയ്ത് ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവ് ഈ ജയിലിൽ ഡെറ്റിനുവിന് നൽകണം. അപ്പോഴാണ് ഡെറ്റിനുവിന് ബോധ്യമാകുന്നത് താൻ കൊടുത്ത നിവേദനങ്ങളോ അല്ലെങ്കിൽ മറ്റ് പരിദേവനങ്ങളോ ഒന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല, കരുതൽ തടങ്കൽ ഉത്തരവ് സ്ഥിരപ്പെടുത്തി എന്ന് അറിയാൻ കഴിയുന്നത്. ആ ഉത്തരവ് ആദ്യത്തെ കരുതൽ തടങ്കലാണെങ്കിൽ 6 മാസത്തേക്കും അതിന് ഒന്നിൽ കൂടുതലായിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള കരുതൽ തടങ്കൽ ഉത്തരവാണ് പാസ്സാക്കുന്നത് എങ്കിൽ ഇതിനെ 1 വർഷത്തേക്കും തടവിൽ വയ്ക്കാനുള്ള അധികാരം ഈ ഗവൺമെൻറ്റിന് ഉണ്ട്. പിന്നീട് ഒരു കാര്യം, ഈ ഗവൺമെൻറ്റിന് നൽകുന്ന നിവേദനങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്തുകൊണ്ട് ഈ നിവേദനങ്ങൾ തള്ളുന്നു എന്നുള്ള ഉത്തരവ് ഈ ജയിലിൽ കിടക്കുന്ന ഡെറ്റിനുവിന് അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ പൂർണ്ണമാവുകയുള്ളൂ. ഇനി ഡെറ്റിനു ജയിലിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് അദ്ദേഹം പുറത്തു വരുന്നതിന് താൽക്കാലികമായി പരോള് ലഭിക്കുന്ന സമ്പ്രദായമുണ്ട്. അതിന് പ്രത്യേകിച്ച് പെറ്റീഷൻ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സുഗതൻ്റെ കേസ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഈ കോർപ്പറേഷനിലെ പല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പുള്ളി ഹാജരാവേണ്ടതായിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഒരു കടമയാണ്. അങ്ങനെ വല്ല സന്ദർഭങ്ങളും വന്നാൽ അത് നേരത്തെ അറിഞ്ഞുകൊണ്ട് ഇത്രാം തീയതി നടക്കാൻ പോകുന്ന ആ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ പ്രമേയങ്ങളുടെ ചർച്ചയിൽ എനിക്കും പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് താൽക്കാലികമായി മോചനം അനുവദിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുക്കാം. ഗവൺമെൻറ്റിന് അത് പരിഗണിച്ചിട്ട് താൽക്കാലികമായി റിലീസ് ചെയ്യാനുള്ള ഉത്തരവ് പാസ്സാക്കുകയും ചെയ്യും. പിന്നീട് ഒരു കാര്യമുള്ളത്, ഗവൺമെൻറ്റിന് ഏത് നിമിഷം വേണമെങ്കിലും ഈ കരുതൽ തടങ്കലിൽ നിന്നും ഈ ഡെറ്റിനുവിനെ മോചിപ്പിക്കുന്നതിനുള്ള അധികാരമുണ്ട്. ഇത് കൂടാതെ പിന്നെ ഇതിന് മോചിപ്പിക്കാനുള്ള അധികാരമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിൽ ഈ കരുതൽ തടങ്കൽ ഉത്തരവിനെ കുറിച്ചുള്ള നമ്മുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം. ഹൈക്കോടതി അവിടെ നോക്കുന്നത് നമ്മൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കേസുകളിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ സത്യസന്ധമാണോ എന്നുള്ളതല്ല. ആരോപണങ്ങൾ ഇതിനെ കരുതൽ തടങ്കൽ ഉത്തരവ് പാസ്സാക്കുന്നതിനുള്ള ഗ്രൗണ്ടായി ഗവൺമെൻറ് എടുക്കുകയാണ്. പിന്നെ ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ തന്നെ ഒന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ കോടതിക്ക് തള്ളിക്കളയാം, ഗ്രൗണ്ടുകൾ ശരിയല്ല എന്ന് പറയാം. സ്വാഭാവികമായിട്ടും കോടതികൾ പരിശോധിക്കേണ്ടത് നടപടിക്രമങ്ങൾ ശരിയായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ കരുതൽ തടങ്കൽ ഉത്തരവോടുകൂടി ഒരുവൻ്റെ ജീവിക്കാനുള്ള, അതേപോലെ അവൻ്റെ സ്വതന്ത്രമായി നടക്കാനുള്ള അവകാശത്തെയാണ് ഹനിച്ചിരിക്കുന്നത്. ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു ലൈഫ്, ടു ലിവ് ആൻഡ് ടു മൂവ്, സ്പീക്ക് എക്സെട്ര എക്സെട്ര. അപ്പോൾ ഒരുവൻ്റെ ഈ മൗലിക അവകാശത്തെയാണ് ഈ ഡിറ്റൻഷനിലൂടെ അവനെ ഒന്ന് കേൾക്കുക പോലും ചെയ്യാതെ ഹനിക്കപ്പെടുന്നത്. അങ്ങനെ ഹനിക്കപ്പെടുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റികൾ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചിട്ടുണ്ടോ, പരിപാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 21 ആണ്. ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അപ്പോൾ ഇവിടെ കരുതൽ തടങ്കൽ ഉത്തരവിലൂടെ ഒരുത്തൻ്റെ ലൈഫിനെയും ലിബർട്ടിയെയും ഹനിക്കുന്നത്, അങ്ങനെ ഒരു ഉത്തരവ് പാസ്സാക്കണമെങ്കിൽ സകല നടപടികളും പാലിച്ചിരിക്കണം. ടു കംപ്ലൈ വിത്ത് ആൾ ദ പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ലോ. അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിറ്റൻഷൻ ഓർഡർ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് ദി അതോറിറ്റീസ് ഫെയിൽഡ് ടു ഫോളോ ദ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്. അതെന്തൊക്കെയാണെന്ന് അരിച്ച് വറക്കി നമ്മൾ മിനുക്കി ശക്തമാക്കി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് കോടതിക്ക് ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന്, ഗവൺമെൻറ്റിന് വീഴ്ച പറ്റി എന്ന് വരുമ്പോൾ മാത്രമേ ഈ ഡിറ്റൻഷൻ ഓർഡർ ക്യാൻസൽ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഡിറ്റൻഷൻ ഓർഡർ ഹൈക്കോടതിക്കും ഒന്നും ചെയ്യാനൊക്കാത്ത സ്ഥിതിയാവും. പക്ഷേ നമ്മുടെ കണ്ണപ്പോൾ എപ്പോഴും വേണ്ടത് പ്രൊസീജിയർ അനുസരിച്ചാണോ ഇത് പാസ്സാക്കി എന്നുള്ളതാണ്. ഇതും കൂടെ കണക്കിലാക്കിക്കൊണ്ട് വേണം ഈ ഹൈക്കോടതിയെ സമീപിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപ്രൂവ് ചെയ്യുന്നതിന് മുൻപ് വേണമെങ്കിൽ ഈ ഡെറ്റിനുവിനെ ഹൈക്കോടതിയെ സമീപിക്കാം. കാര്യം അയാളുടെ ഒരു റൈറ്റാണ്. തനിക്കെതിരെ പാസ്സാക്കിയ ഒരു ഡിറ്റൻഷൻ ഓർഡർ, അതിന് പ്രൊസീജിയർ ശരിയല്ല, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന കാരണങ്ങൾ അപ്രസക്തമാണ് എന്നൊക്കെ പറയാനുള്ള അവകാശം അവിടെയുമുണ്ട്. കാരണം ഒരു ഡെറ്റിനുവിനെ സംബന്ധിച്ചിടത്തോളം അവനെ അറസ്റ്റ് ചെയ്ത തീയതി മുതൽ അവനെ വിടുന്ന തീയതി വരെ കോടതികളെ സമീപിക്കാൻ, ഗവൺമെൻറ്റിനെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അതൊരിക്കലും നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഡെറ്റിനുവിന് ഏതൊക്കെ ഗവൺമെൻറ്റൽ അതോറിറ്റീസിനെ സമീപിക്കാൻ കഴിയും, ഹൈക്കോടതിയെ എങ്ങനെ സമീപിക്കാൻ കഴിയും, ഈ അഡ്വൈസറി ബോർഡിൻ്റെ മുൻപാകെ ഏതൊക്കെ തരത്തിലുള്ള ആർഗ്യുമെൻ്റാണ് ഉന്നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി അവിടെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്വൈസറി ബോർഡ് ഈ ഡിറ്റൻഷൻ ഓർഡർ നിലനിർത്തുന്നതിനുള്ള സഫീഷ്യൻ്റായ കാരണമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. ആ ഡിറ്റൻഷൻ ഓർഡർ കളയുക മാത്രമേ പോംവഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടും അഡ്വൈസറി ബോർഡ് മുമ്പാകെയും ഹൈക്കോടതിയുടെ മുമ്പാകെയും നാം അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ, ഫാക്റ്റുകൾ, ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് പ്രൊസീജിയർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഡിറ്റൻഷൻ ഓർഡർ നിലനിൽക്കുകയുള്ളൂ.